വരുൺ, നീ ഇരിക്ക, ഞാനിപ്പോ വരാം. ചെറിയൊരു മീറ്റിംഗ്. അതി 2 ചെയർ. ഇരിക്കേ. ഇരിക്കടോ. ഇരിക്കേ. ആക്ച്വലി രാധിക എങ്ങനെ ഈ ഫീൽഡിലേക്ക്? ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അത് ഇന്ദ്രജിത് സാറിന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു, അങ്ങനെ സെലക്ട് ചെയ്തത്. ഓ, യു ആർ എ ഡാൻസർ. അതായിരിക്കും ഇത്ര ഷേപ്പായിരിക്കുന്നത്. എൻ്റെ അമ്മ തൃപ്പൂണിത്തറ RLVയിൽ ഭരതനാട്യം പഠിച്ചതാ. ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ, പക്ഷെ എവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അമ്മ അവിടെ ഉണ്ടാവും. ഒരാളെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം സംസാരിക്കുകയും ചെയ്യും. ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം ഞാൻ അമ്മയെ വിളിക്കാം, രാധികയെ പരിചയപ്പെടുത്തി തരാം. രാധിക എന്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ? അതോ? ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലമില്ല. TV-യിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പൊതുവെ എല്ലാരെയും പോലെ സാറിന് ഞങ്ങൾക്കും ഇഷ്ടം. അടുത്ത ദിവസം മുതല് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോവാം, അതും ഹീറോ ഹീറോയിൻ. പറ്റുമെങ്കിൽ ഈ സാറുവിളി നമുക്ക് ഒഴിവാക്കാം. കോൾമി വിശാൽ. അതെങ്ങനെയാ സാർ? അതാണ് എനിക്ക് കംഫർട്ട്. മറ്റുള്ളവരെന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. വെറുപ്പായിരിക്കും എന്നോട്. വെറുക്കട്ടെ, അങ്ങനെയെങ്കിലും വരുണിന്റെ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. അതെ, കൺമുന്നിൽ ഒരാളിരുന്നിട്ട് താനെങ്ങോട്ട് പെട്ടെന്ന് പോയേ? അത് ഒന്നുമില്ല സർ, ഈ അന്തരീക്ഷമൊന്നും അങ്ങനെ പരിചയമില്ലാത്തോണ്ടാ. അതൊന്നും കുഴപ്പമില്ലടോ. ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിക്കൂലേ? ഓക്കെ. ഓ, ഒരു മിനിറ്റ്. കൃഷ്ണ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് അനീതി കാണിക്കുന്നത് ശരിയാണോ? കുഞ്ഞുനാള് മുതൽ ഞാനും ഭഗവാനെ പൂജിക്കുന്നല്ലേ, എന്നിട്ട് എന്റെ നേട്ടങ്ങളെ തട്ടിയെടുക്കാൻ ചേച്ചി അനുവദിക്കുന്നത് എങ്ങനെയാ? എനിക്ക് ഭഗവാന്റെ മുന്നിൽ മാത്രമേ സങ്കടം പറയാനുള്ളൂ. ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഷൂട്ടിംഗ് മറ്റൊരാളെ വെച്ച് നടക്കരുത്. ആ സിനിമ മുടങ്ങണം. ചെയ്ത തെറ്റിന്റെ കാഠിന്യം ചേച്ചിക്ക് മനസ്സിലാവണം. ഞാനും ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിനിമ മുടങ്ങണം ഭഗവാനെ. ഇന്നത്തെ പൂജയിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്തേലും പറ്റുമോ മോളെ? കാല് ചെറുതായിട്ടൊന്ന് പൊള്ളി. പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോ വിളക്കിന്ന് തീ പിടിക്കുകയായിരുന്നു. കണ്ടോ അമ്മേ, അപശകനം കണ്ടോ? ഭഗവാൻ പോലും പൊറുക്കില്ലെന്നാ ഇതിന്റെയൊക്കെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ കൽപ്പനെ. ഭഗവാന് പോലും നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങള് പ്രിയങ്ക പറഞ്ഞു കാണും. അതിനുള്ള ശിക്ഷ തത്സമയം കൊടുത്തും കാണും. അത്രേ ഉള്ളൂ. കേട്ടോ അമ്മ, ഈ സമയത്ത് പോലും മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തുക. ഇതാ ഞാൻ പറഞ്ഞത്, പൊള്ളലേൽക്കല്ല. ഞാൻ ഇവിടെ കിടന്ന് കത്തി തീർന്ന പോലും എന്നെ കുറിച്ച് ഇവിടെ ആരും ചോദിക്കുക പോലും ഇല്ല. ആദ്യം നല്ല മനസ്സ് വേണം. നമ്മൾ നന്നാവാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവര് നശിക്കാൻ പ്രാർത്ഥിക്കുമ്പോഴാ
നമ്മളും ചീത്തയാവുന്നത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ ഈ കുട്ടി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇവളാ കണിമംഗലത്തെ മരുമകൾ. ഇവൾക്ക് വേണ്ടിയാ നമ്മൾ സംസാരിക്കേണ്ടത്. അത് ചെന്നിരുന്ന് ആലോചിക്കണം. മുടക്കണമെന്നൊരു തീരുമാനം എടുത്താ അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിയിലും അത് മുടക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ആസിഡ് വാങ്ങിച്ച് അവളുടെ മുഖത്തൊഴിക്കണം. പൊള്ളി വികൃതമായ മുഖം വെച്ച് പിന്നെ അവള് പോവില്ലല്ലോ സിനിമയിൽ അഭിനയിക്കാൻ. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ദേ, ഈ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ വേറെ എന്ത് കാര്യത്തിന് നമ്മൾ പരസ്പരം മത്സരിച്ചാലും ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റ മനസ്സായിരിക്കണം. അവളെ നമ്മൾ പൂട്ടും. ഏട്ടത്തെ ഞാൻ വിശ്വസിക്കാം. എന്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ. അറിയാലോ നിനക്ക്, അവളെ അനുജത്തിന്ന് വിളിച്ച സൂര്യ എന്റെ കരുണം പുകച്ചത്. ജാതിയെ കൊന്നു കളഞ്ഞ പോലും എനിക്ക് ആ ദേഷ്യം തീരില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. ഇപ്പൊ എനിക്ക് ധൈര്യമായി.